ഒരുപാട് നാളായി ഒരു PSC ഫീൽഡിലേക്ക് വന്നിട്ട് പഠിക്കുന്നു. ഇതുവരെ ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധിച്ചില്ല. PSCയിലേക്ക് വരുന്നത് അത്രയും നാൾ നമ്മൾ കടന്നു പോയതൊക്കെ ആ ഒരു സെക്കൻഡിൽ നമ്മുടെ മനസ്സിൽ വരും. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ 73 റാങ്ക് നേടാൻ സാധിച്ചു. പ്രൈവറ്റ് ജോലിക്ക് കൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത PK സാറാണ്. സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ സർവീസിൽ കയറണം എന്നുള്ളത്. റിവിഷൻ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അറിയുന്ന മാത്രം ക്വസ്റ്റ്യൻ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അവിടെയൊക്കെ വെച്ച് നമ്മൾ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് അതിലേക്ക് PSC Corner. Craft your future. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു PSC Corner യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൽ 73 റാങ്ക് കരസ്ഥമാക്കിയ അരവിന്ദ് എസ് ആണ്. ഈ ഒരു എക്സാമിൽ മാത്രമല്ല, മറ്റ് നിരവധി എക്സാമുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അരവിന്ദ്. ഏറ്റവും സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം അരവിന്ദ്. അപ്പോൾ അരവിന്ദിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ പരിചയപ്പെടുത്തുക കൂടുതലായിട്ട്. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനാണുള്ളത്. ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ 73 റാങ്ക് നേടാൻ സാധിച്ചു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പം എന്താണ് പഠിച്ചതൊക്കെ? ഞാൻ ഡിഗ്രി BSc മാത്സ് ആണ് പഠിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തുന്നത്? കേരള PSC ട്രൈ ചെയ്യാം എന്നുള്ളൊരു ചിന്ത എങ്ങനെയാണ് വന്നത്? ഡിഗ്രി കഴിഞ്ഞ് ഞാനൊരു ഒരു വർഷം UPSC കോച്ചിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രിപ്പറേഷനിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ജോലി അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. അങ്ങനെയാണ് PSCയിലേക്ക് വരുന്നത്. അരവിന്ദിനെ പറ്റി ഓൾറെഡി നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. കാരണം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ സുധീഷ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 55ാം റാങ്ക് നേടിയ സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരവിന്ദ് എന്നൊരു ഫ്രണ്ടിനെ കുറിച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ആദ്യം എഴുതിയ എക്സാം ഏതൊക്കെയായിരുന്നു? ആദ്യം ഞാൻ മുന്നേ എക്സാം, അതായത് ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഒരു എക്സാംസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ലിസ്റ്റുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് പുറകിലൊക്കെ ആയിരുന്നു. സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അപ്പോഴില്ലായിരുന്നു. സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നത് 2021 പ്രിലിംസ് 10th പ്രിലിംസിന് ശേഷമാണ് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു LD ക്ലർക്ക് പരീക്ഷയാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് എഴുതുന്നത്. ഫോക്കസ് ചെയ്ത എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റി. അതെ, LD ക്ലർക്കിൽ 183ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ. പക്ഷേ തീർച്ചയായിട്ടും LD ക്ലർക്കിൽ നിന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലോട്ട് വരുമ്പോൾ സിലബസ് വൈസ് ആയാലും കോമ്പറ്റീഷൻ ലെവലായാലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ എന്തൊക്കെയാണ് പ്രിപ്പറേഷനിൽ വരുത്തിയ മാറ്റങ്ങൾ? അതായത് LD ക്ലർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു SCRT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ബേസ് ചെയ്ത് ഒരു 10th ലെവൽ 10th ലെവലിലുള്ള ഒരു എക്സാമാണ്. ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കൂടുതലും അതിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടി പരന്ന വായന ആവശ്യമുണ്ട്. കുറച്ചുകൂടി ഡീപ്പായിട്ട് സബ്ജക്ട്സ് പഠിച്ചാൽ മാത്രമേ ഒരു ഡിഗ്രി ലെവൽ എക്സാമിലൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ചോദ്യങ്ങളും അതിനനുസരിച്ച് ടഫ്നെസ് കൂടും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിന് നോക്കിയത്. ഞാൻ സോ പ്രിപ്പറേഷന് മെയിനായിട്ട് ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നത്? കൂടുതലും നാഷണൽ ലെവലിലുള്ള നമ്മൾ UPSC ലെവൽ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് നോക്കിയത്. കംപ്ലീറ്റ് ആയിട്ടല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത് ആ ടോപ്പിക്സ് ആയിരുന്നു നോക്കിയിരുന്നത്. പ്രധാനമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്ക്, ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയാണ് നോക്കിയിരുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫി, ഹിസ്റ്ററിയൊക്കെ കൂടുതലും SCRT NCERT +1 +2 ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു നോക്കിയിരുന്നത്. എക്കണോമിക്സിന് ശങ്കർ ഗണേഷിൻ്റെ ഇന്ത്യൻ എക്കോണമിയാണ് നോക്കിയത്. കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് സിലബസ് വന്നപ്പോൾ തന്നെ മനസ്സിലായി നമ്മൾ പഴയ ഒരു PSCയുടെ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിലബസ് ആയിരുന്നു വന്നിരുന്നത്. കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ട ടോപ്പിക്സും ഒക്കെ ആയിരുന്നു സിലബസിലുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത് നടന്ന എക്സാമുകളിലും അതനുസരിച്ചുള്ള ചോദ്യ പാറ്റേണും മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നോക്കിയതൊക്കെ കുറച്ച് UPSC ലെവൽ ബുക്കുകളൊക്കെയാണ് നോക്കിയത്. ഇങ്ങനെയൊക്കെയാണ് GK പോർഷൻസ് കവർ ചെയ്തത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പോലുള്ള സബ്ജക്ട്സ്. സോ ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ള, അതായത് 10 മാർക്കോളം ഓരോ വിഷയത്തിന് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും PYQ ക്വസ്റ്റ്യൻസ്, ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ടോപ്പിക്സ് നമുക്ക് പഠിക്കാൻ വേണ്ടി റാങ്ക് ഫയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാക്കി GK എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു, ബാക്കി സബ്ജക്ട്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ആനുകാലിക വിഷയം ഈ PSC ഒരു ട്രെൻഡ് മാറ്റിയ പിന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് റാങ്ക് നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിട്ട് ഒരു പങ്ക് വഹിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. സോ ആനുകാലിക വിഷയങ്ങൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? കറണ്ട് അഫയേഴ്സിന്
മെയിനായിട്ട് PSC ബുള്ളറ്റിൻ, അതുപോലെ തന്നെ എന്താണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കൂടുതലും നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള തന്നെയാണ് കൂടുതലും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ എങ്ങനെയാണ് PKPSC കോർണറിനെ കുറിച്ച് അറിയുന്നതും ഈ ഒരു ചാനലിലോട്ട് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? LD ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെ സിലബസ് ഒക്കെ വരുന്ന ഒരു ടൈം, ആ ഒരു സമയത്താണ് ഈ ഒരു ചാനലിനെ കുറിച്ച് അറിയുന്നത്. അതിന് മുന്നേ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനങ്ങനെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് രാവിലെ 5:15 ക്ലാസ് അതിൽ നടക്കുന്നത്. ഈ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അല്ല എല്ലാ റാങ്ക് ഹോൾഡേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ഈ രാവിലത്തെ 5:15 ക്ലാസ്സിൽ. മറ്റുള്ള ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 5:15 ക്ലാസ് എന്ന് പറയുമ്പം നമുക്ക് ആദ്യം തന്നെ ഒരു അതിശയം തോന്നും. 5:15 രാവിലെ ക്ലാസ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ 5:15 ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ സാറ് പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളാണ് അപ്പോൾ എടുത്തിരുന്നത്. അപ്പോൾ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ UPSC നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ലക്ഷ്മികാന്ത് പോലുള്ള ബുക്കുകൾ റെഫർ ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്ലാസ്സുകളായിരുന്നു പ്രധാനമായിട്ട് സാർ എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിന് മുന്നേ എടുത്തിരുന്ന റെക്കോർഡുകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ ആ ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങി. പിന്നീടാണ് സാറ് അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, ആക്റ്റുകൾ പോലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അത് ഒരുപാട് എന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? സാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മോഡസ് ഓപ്പറൻഡി. സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവർക്കറിയാം. സോ അരവിന്ദിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? പ്രധാനമായിട്ട് നമ്മൾ സിലബസാണ് നമ്മൾ അറിയേണ്ടത്. ഒരു എക്സാമിന് പഠിക്കുമ്പം മെയിനായിട്ട് സിലബസാണ് നോക്കേണ്ടത്. അപ്പോൾ സിലബസ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ സബ്ജക്ട്സിനാണോ പ്രാധാന്യമുള്ളത്, വെയിറ്റേജ് കൂടുതലുള്ളത്, അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു മെയിനായിട്ട് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ 5:15 ക്ലാസ്സോട് കൂടിയാണ്. സാറിൻ്റെ ക്ലാസ്സിൽ കയറി ആ ക്ലാസ്സോട് കൂടിയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് രാവിലെ തന്നെ ഒരു മോട്ടിവേഷനാണ്. ക്ലാസ്സിന് സാറിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ സാറിൻ്റെ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ ഗൈഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ആ ഒരു മോട്ടിവേഷനിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ഞങ്ങളൊരു 3 പേര് ചേർന്നിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ, അഡ്മിനിസ്ട്രേഷൻ, ആക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. ഇതിന് മുന്നേ ഒരു എക്സാം നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മെയിനായിട്ട്. ഇനി സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നോ അതോ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക? സെലക്റ്റീവ് ആയിരുന്നു. സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം നമുക്ക് ചില ടോപ്പിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ചില സബ്ജക്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷേ അതിൽ നിന്നുള്ള വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിട്ടേൺ ഈ സബ്ജക്ട്സിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഞങ്ങൾ സെലക്റ്റീവായിട്ട് എക്സാംസിനൊക്കെ അടുത്ത് ചോദിച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് ആ ടോപ്പിക്സ് മാത്രമായിട്ടാണ് കവർ ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രിപ്പറേഷനിൽ പോസിറ്റീവ്സും ഉണ്ടാവും, നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടാവും, ഒരുപാട് ചലഞ്ചസും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രിപ്പറേഷനിൽ നേരിട്ടിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ചലഞ്ചസ് എന്ന് പറയുമ്പം ഒരുപാട് നാളായി ഒരു PSC ഫീൽഡിലേക്ക് വന്നിട്ട് പഠിക്കുന്നു, ഇതുവരെ ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധിച്ചില്ല. അപ്പം ആ ഒരു മൈൻഡായാലും നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ചോദിക്കും, പ്രൈവറ്റ് ജോലിക്ക് കൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ഒരു സമയം നമ്മൾ കുറേ നാൾ നമ്മുടെ ലൈഫിൽ ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. സ്ട്രഗിളിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു റാങ്കിൽ എത്തിപ്പെടാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ PK സാറിനെ പേഴ്സണലി കണക്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ടോ? അതെ, സാറ് നമുക്ക് എന്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും സാർ അക്സസിബിൾ ആയിരുന്നു. നമുക്ക് സാറിനെ വേഗം കോൺടാക്ട് ചെയ്താലും സാർ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് ആയിട്ട് ബന്ധപ്പെട്ട് സജഷൻസ് തരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ സാറ്. തീർച്ചയായിട്ടും റിവിഷൻ എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു? LD ക്ലർക്കിൻ്റെ സമയത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് പ്രിപ്പറേഷനിൽ തോന്നിയത് റിവിഷൻ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഈ സെക്രട്ടറിൻ്റെ സമയത്താണ് കൂടുതലായിട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ഈ പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ, ഈ ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ചൊക്കെ പതിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ പുതിയതായിട്ട് ആദ്യമായിട്ടൊക്കെ സിലബസിൽ വരുന്ന സബ്ജക്ട്സ്, അഡ്മിനിസ്ട്രേഷൻ ആയാലും ആക്റ്റുകളൊക്കെ നമ്മൾ ഫസ്റ്റായിട്ട് ഇതിന് മുന്നേ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു എക്സാമിൽ. നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എക്സാമിന്റെ അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? എക്സാമിന് അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു.
പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ എക്സാം കയ്യിൽ നിന്ന് പോകും ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അറിയുന്നതൊക്കെ വെച്ചിട്ട് മാക്സിമം കൂളായിട്ട് എഴുതാൻ ശ്രമിച്ചു. കാരണം ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി ക്വസ്റ്റ്യൻ നല്ല ടഫാണ്. അപ്പം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്തു. അരവിന്ദിനെ കണ്ടിട്ടും സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് ടെൻഷൻ അധികം ഇല്ലാത്ത ഒരു ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 50-50 ചാൻസ് എടുക്കാറുണ്ടോ എക്സാമിൻ്റെ സമയത്ത്? അതോ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണോ അറ്റൻഡ്? ചാൻസ് എടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് വെച്ച് മാത്രം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന മാത്രം ക്വസ്റ്റ്യൻ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് വളരെ കുറവായിരിക്കും. ഒരു ഡിഗ്രി ലെവൽ പോലുള്ള എക്സാമുകൾക്ക് നമുക്ക് അറിയുന്ന മാത്രം എഴുതാൻ വളരെ കുറവായിരിക്കും ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസുകളിൽ നമ്മൾ കുറച്ച് ചാൻസ് എന്തായാലും എടുക്കാറുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഗസ് അല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ അതിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 2 നമുക്കറിയാമെങ്കിൽ അത് വെച്ച് നമുക്ക് ചിലപ്പോൾ ഉത്തരത്തിലെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചാൻസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് മാർക്ക് എങ്കിലും കൂടുതൽ കിട്ടാൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു? ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുമെന്ന്. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ തന്നെ ഒരു ലിസ്റ്റിൽ വരുമെന്ന് തന്നെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ചോദ്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞു, കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ലിസ്റ്റ് വന്നപ്പോൾ പൂർണ്ണാത്ത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും സന്തോഷം. എങ്ങനെയാണ് ഒരു മൊമെന്റ് റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു മൊമെന്റ് എങ്ങനെയാണോ? എല്ലാവരും ഹാപ്പി ആയോ? റിസൾട്ട് അറിഞ്ഞപ്പോൾ നമ്മുടെ സന്തോഷമായിരുന്നല്ലേ. കാരണം നമ്മൾ കുറേ വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തിയെന്ന് അറിയുമ്പോൾ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത്രയും നാൾ നമ്മൾ കടന്നു പോയതൊക്കെ ആ ഒരു സെക്കൻഡിൽ നമ്മുടെ മനസ്സിൽ വരും. മനസ്സിലായില്ലേ? അപ്പം അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. എല്ലാവരും ഹാപ്പിയായി, ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഇതൊരു സത്യം പറഞ്ഞ ഒരു ലോങ് ജേർണിയാണ്, ഒരു ടഫ് ആയിട്ടുള്ള ഒരു ജേർണിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നന്ദി പറയാനുള്ളത് ആരോടാണ്? ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്, അച്ഛനും അമ്മയും. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ സർവീസിൽ കയറണം എന്നുള്ളത്. അവരോട് ആണ് എന്നും കടപ്പെട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് കടപ്പാടുള്ളത് ഈ ഒരു എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത PK സാറാണ്. സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ഉദ്യോഗാർത്ഥിക്കുള്ള ഒരു ഡൗട്ടാണ് PSC പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. ഈ ഒരു ലോങ് ജേർണി എന്നുള്ളതൊരു റീസൺ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പോലെ തന്നെ എനിക്കും ഡൗട്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ അവിടെയൊക്കെ വെച്ച് നമ്മൾ നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് അതിലേക്ക് തന്നെ ആ ഒരു മേഖലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം ആലോചിക്കുമ്പം കുഴപ്പമില്ല, അന്ന് ഞാൻ നിർത്തിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് എത്തി എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് പല സിറ്റുവേഷൻസിലും അല്ലെങ്കിൽ നമ്മൾ ഈ ജേർണിയിൽ പല സമയത്തും നമുക്ക് ഒരുപാട് സ്ട്രഗിളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് നിർത്തിയാലോ എന്ന് ചിന്തിക്കും. അത് നോർമലാണ്, എല്ലാവർക്കും തോന്നും ആ ഒരു സമയത്ത്. പക്ഷെ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ നമ്മളെത്തും, അത് ഉറപ്പാണ്. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. അരവിന്ദ് ഒരു ആഗ്രഹിച്ചൊരു പൊസിഷനിലെത്തി. അപ്പോൾ ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഇനി പഠിക്കാൻ താല്പര്യമുണ്ടോ? ഇനിയും പഠിക്കാൻ താല്പര്യമുണ്ട്. അപ്പം സിവിൽ സർവീസ് പോലുള്ള എക്സാംസ് നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോഴും പ്രിപ്പറേഷൻ നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ആശംസകളും PSC കോർണറിൻ്റെ ഭാഗത്തുനിന്നും കൂടെ നേരുന്നു. പിന്നെ ഒരുപാട് പേര് ഈ ഒരു PSC ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നവുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വരുന്നുണ്ട്, എസ്പെഷ്യലി ബിഗിനേഴ്സ്. അപ്പോൾ ബിഗിനേഴ്സിനോട് എന്ത് അഡ്വൈസാണ് ഒരു റാങ്ക് ഹോൾഡർ എന്ന നിലയ്ക്ക്? LD ക്ലർക്ക് ക്രാക്ക് ചെയ്തിട്ടുള്ള ആളാണ്, VFA റാങ്ക് ലിസ്റ്റിലുള്ള ആളാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നേടിയ ആളാണ്. സോ എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? പുതിയതായിട്ട് ഇതിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അതായത് ഈ ജേർണിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളും ഒക്കെ നമ്മളെ പിന്നോട്ട് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷേ അവിടെയൊന്നും തളർന്നു പോകാതെ മുന്നോട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും ഈ ഒരു എൻ്റയർ ജേർണി നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിനും ഒത്തിരി നന്ദി. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 73 റാങ്ക് കരസ്ഥമാക്കിയ അരവിന്ദാണ്. കൃത്യമായി റെഫറൻസ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിച്ച് പ്രോപ്പർ ഒരു ഗൈഡൻസും മെൻറ്റർഷിപ്പും ലഭിച്ചതോടുകൂടി നല്ലൊരു റാങ്കിലെത്താൻ അരവിന്ദിന് കഴിഞ്ഞു. ഇതുപോലെ ഒരു സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും PSC കോർണറിൻ്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള സക്സസ് സ്റ്റോറികൾക്കും മറ്റ് ഇൻഫോർമേഷനു വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ കാണാം. താങ്ക് യു. PSC Corner. Craft your future.